നമസ്കാരം. ഗുജറാത്തിലെ 4ാമത്തെ വലിയ നഗരമായ രാജ്കോട്ടിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ ഇന്ന് ഗുജറാത്തിലെ 7ാമത്തെ വലിയ നഗരമായ ജുനാഗഡിലേക്ക് പോവുകയാണ്. രാജ്കോട്ടിൽ ഞങ്ങൾ താമസിച്ച പ്രോപ്പർട്ടി ഇതാണ്. റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടുന്ന് ഞങ്ങൾ ജുനാഗഡിലേക്ക് ട്രെയിൻ വഴി പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു 115 കിലോമീറ്റർ വരും. അതുപോലെ തന്നെ ഇപ്പം ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനൊക്കെ ഒരു 2.5 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. 2.5 കിലോമീറ്റർ പോകാൻ ഊബറിന് 56 രൂപയാണ്. അല്ലാതെ തന്നെ ഇവിടുന്ന് ഷെയർ വണ്ടിയും കിട്ടും. ഷെയർ വണ്ടിക്ക് 30 രൂപയാണ്. നല്ല തിരക്കാണ്. ഈ സമയത്ത് നടന്നിട്ടൊന്നും പോകാൻ പറ്റില്ല, കാരണം ഇവിടെ നല്ല ചൂടാണ്. 40 ഡിഗ്രിയൊക്കെയാണ് ഇവിടുത്തെ ഇപ്പം നിലവിലുള്ള ചൂട്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ജുനാഗഡിലേക്ക് പോകുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 12:30 മധ്യപ്രദേശിലെ ജബൽപൂരിൽ നിന്ന് വെരാവലിലേക്ക് പോകുന്ന എക്സ്പ്രസിനാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഇതാണ് രാജ്കോട്ട് റെയിൽവേ സ്റ്റേഷൻ. ഒരു പഴക്കം ചെന്നൊരു റെയിൽവേ സ്റ്റേഷനാണിത്. എന്തായാലും നമുക്ക് പ്ലാറ്റ്ഫോമിലോട്ട് കയറാം. 1ാം നമ്പർ പ്ലാറ്റ്ഫോമിലാകാം ട്രെയിൻ വരുന്നത്. 12:17 ട്രെയിൻ ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 1 കടന്നു വരികയാണ്. നല്ലൊരു വളവിലാണ് പ്ലാറ്റ്ഫോം ഉള്ളത്. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്ന കോച്ച് സ്ലീപ്പറാണ്. S7 അൺറിസർവ്ഡ് കഴിഞ്ഞ ഉടനെ തന്നെയുള്ള കോച്ചാണ് ഇത്. സ്ലീപ്പറിൽ അത്യാവശ്യം തിരക്കുണ്ട്. രാജ്കോട്ടിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഈ രാജ്കോട്ടിൽ നിന്ന് വെരാവലിലേക്ക് പോകുന്ന ഒരു പാസഞ്ചറാണ് തൊട്ട് മുന്നിൽ കാണുന്നത്. ആ ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് ശ്രദ്ധിച്ചോ, WP5. ഇവിടെ പാസഞ്ചർ ട്രെയിൻ വരെയാണ് വഡോദര ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള WP5. നമ്മുടെ നാട്ടിലോട്ട് റെയർ ആയിട്ടാണ് WP5 വരാറ്. രണ്ട് 29 ട്രെയിൻ ഇതാ ജെതൽസർ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ അസഹനീയമായ ചൂടാണ്. ഈ സ്റ്റേഷനിൽ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. ഈ ട്രെയിനിൽ 2 ദിവസം മുന്നെയാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. 145 രൂപയാണ് സ്ലീപ്പർ ക്ലാസ്സിന് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ്. അതുപോലെ തന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ വരാൻ കാരണം നമ്മളിപ്പോൾ വന്ന രാജ്കോട്ട് റൂട്ട്, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പോകുന്ന വെരാവൽ റൂട്ട്, പിന്നെ അതുപോലെ തന്നെ പോർബന്ദറിലേക്ക് ഇവിടുന്ന് ഒരു റൂട്ട് പോകുന്നുണ്ട്. 130 കിലോമീറ്റർ ആണ് ഇവിടുന്ന് പോർബന്ദറിലേക്കുള്ള ദൂരം. പോർബന്ദറിലേക്കുള്ള ട്രാക്ക് ഇതാണ്. സിംഗിൾ ട്രാക്കാണ്. നല്ലൊരു വളവാണ്. പിന്നെ അടുത്ത സ്റ്റോപ്പ് തന്നെയാണ് ജുനാഗഡ്. രണ്ട് 57 ട്രെയിൻ ഇതാ ജുനാഗഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രെയിനിൽ ഇനിയിപ്പോൾ ഇവിടുന്ന് കയറാൻ ആൾക്കാരുണ്ട്. നല്ല താഴ്ചയിലാണ് ഇവിടെ. ജുനാഗഡിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കാണേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഗിർനാർ യാത്ര, ജൈൻ ടെമ്പിൾ, അങ്ങനെ പല ക്ഷേത്രങ്ങളുടെ പേര് ഇവിടെ കാണാം. നമ്മൾ വന്ന ഒരു ട്രെയിൻ ഇവിടുന്ന് പോവുകയാണ്. ഞങ്ങളിവിടെ റെയിൽവേൻ്റെ റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിവിടെ 1ാം നമ്പർ പ്ലാറ്റ്ഫോം തന്നെയാണ്. ഇനിയിപ്പോൾ അത് പോയി ചെക്ക് ഇൻ ചെയ്യാം. ഈ ട്രെയിനിന് നേരെ വെരാവലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് സ്റ്റേഷൻ. ചെറിയൊരു സ്റ്റേഷനാണിത്. റിട്ടയറിംഗ് റൂമൊക്കെ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത ശേഷം പുറത്തേക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ റോപ്പ് വേ കാണാനാണ്. അതായത് ഗിർനാർ റോപ്പ് വേ. അപ്പം അത് ഇവിടുന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ ഉണ്ട് ആ റോപ്പ് വേൻ്റെ സ്ഥലത്തേക്കൊക്കെ.
റെയിൽവേ സ്റ്റേഷൻ നമുക്ക് ഓട്ടോ ആക്കിയിട്ട് പോകാനാണ് ഇപ്പോൾ പ്ലാൻ. അതായത് ഇവിടെ തന്നെ ഇതാ ചെറിയൊരു ഓട്ടോ സ്റ്റാൻഡൊക്കെ കാണുന്നുണ്ട്. ചോദിച്ചു നോക്ക്. ഇതിൻ്റെ പുറകിലും ഇരിക്കാം. ഞങ്ങൾക്കിപ്പോൾ ഇവിടുന്ന് വേറൊരു ഓട്ടോ കിട്ടി. റോപ്പ് വേ കയറേണ്ട ആ ഒരു പോയിന്റിലേക്ക് 6 കിലോമീറ്റർ ഉണ്ട്. 120 രൂപയാണ് പറഞ്ഞത്. സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലൂടെയുള്ള റോഡാണ്. നല്ല റോഡുകൾ തന്നെയാണ്. ഈ ഭാഗത്ത് കുറച്ച് റെസ്റ്റോറൻറ്റുകളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ തന്നെ ഒരു ചെറിയൊരു കവാടമുണ്ട്. അവിടെയൊക്കെ വലിയ വലിയ മലനിരകളാണ്. പാവനാഥ് മഹാദേവ് ടെമ്പിളാണ് ആ കാണുന്നത്. നമ്മുടെ ഈ ഗിർണർ റോപ്പ് വേണ്ട ടിക്കറ്റ്, അതായത് അതൊക്കെ വരുന്ന ഒരു ഭാഗത്തിന് പറഞ്ഞ പേര് ഉടൻ കട്ടോള എന്നാണ്. അവിടത്തേക്ക് ഒരു 1.5 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. റോപ്പ് വേയുടെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ്. തൊട്ട് മുകളിലൂടെ അത് പോകുന്നത് കാണാം. ഇപ്പം ഈ മുകൾ ഭാഗത്തേക്കാണ് നമുക്ക് കയറി പോകേണ്ടത്. പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുക്കാം. ഗിർണറിൻ്റെ ഒരു ടോട്ടലായിട്ടുള്ളൊരു മാപ്പാണിത്. നമുക്ക് ഏറ്റവും മുകൾ ഭാഗത്തേക്കാണ് പോകേണ്ടത്. പിന്നെ ഇതിൻ്റെ ഒരു എത്ര അടി ഉയരത്തിലാണെന്നുള്ളത് ഇവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഓരോ സ്ഥലത്തിൻ്റെ ആ ഒരു കറക്റ്റ് ഡയറക്ഷൻ ഈ ഒരു മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ടിക്കറ്റ് എടുത്ത് ഇനിയിപ്പം നേരെ റോപ്പ് വേ ലക്ഷ്യമാക്കി കൊണ്ട് പോവുകയാണ്. ഇതാ ഇവിടെയാണ് എൻട്രി. ബോർഡിങ്. റോപ്പ് വേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അടിപൊളിയാണ് ഇവിടെ. അധികം ആൾക്കാരൊന്നുമില്ല, തിരക്കൊന്നുമില്ല. അതുകൊണ്ട് സുഖമായിട്ട് പോവാം. അപ്പോൾ ഇതിലാണ് നമുക്കിനിപ്പോൾ കയറേണ്ടത്. നമ്മൾ രണ്ടുപേരും മാത്രം. ശരിക്കും പറഞ്ഞാല് 8 പേർക്ക് പോകേണ്ട സംഭവമാണിത്. ആ തന്നെ ഇല്ലാന്ന് തോന്നുന്നു. അതെ അതെ, ആൾക്കാർ കുറവാണ്. അങ്ങനെ ഇതാ നമ്മൾ കയറി തുടങ്ങിയാണ്. അടിപൊളിയല്ലേ അല്ലേ? അടിപൊളി. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്കാണ് പോകുന്നത്. നല്ല ഉയരത്തിലേക്ക് ഇതാ നമ്മൾ കയറി പോവുകയാണ്. ഇതാ അവിടുന്ന് ഇതാ കയറി വന്നു. മുഴുവനും മലനിരകൾ തന്നെയാണ് ഏതൊരു സൈഡിലും. നമ്മുടെ ശ്രീമാതാ വൈഷ്ണവ ദേവി കട്ര പോലെ തന്നെ നമുക്ക് നടന്നു പോകേണ്ട ഒരു എന്താ പറയാ ഒരു സ്ഥലമാണ് കേട്ടോ. ഗിർനാർ മേലേക്ക് ഭാഗത്തേക്ക് നടന്നും പോവാ. പക്ഷെ എന്താ ചെയ്യാ, നമ്മള് റോപ്പ് വേ ആണ് അപ്പ് ആൻഡ് ഡൗൺ എടുത്തിട്ടുള്ളത്. കാരണം ഈ റോപ്പ് വേക്ക് ഒരു സവിശേഷത കൂടി ഉണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള റോപ്പ് വേ ആണ് ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗിർനാർ റോപ്പ് വേ. നല്ല ഹൈറ്റിലേക്കല്ലേ കയറി പോകുന്നത്. അത് മാത്രമല്ല ഇതൊരു ചൂട് സമയമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഈ പച്ചപ്പ്, അതായത് മൊത്തം ഒരു വരണ്ട ഒരു അവസ്ഥ വരുന്നത്. മൺസൂൺ സമയത്ത് ഒരു അവസ്ഥ എന്ന് വെച്ചാൽ മൊത്തം നല്ല രീതിയിൽ ഗ്രീനറി ആയിരിക്കും നല്ല രീതിയിൽ. കാരണം ഏത് ഭാഗത്തേക്ക് നോക്കിയാലും പച്ചപ്പ് മാത്രം. ഇപ്പൊ എല്ലാം വരണ്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷം അല്ലേ. മാത്രമല്ല നല്ല കോടയും അടിപൊളിയായിരിക്കും മൺസൂൺ സമയത്ത്. ആ സമയത്ത് വരുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നമ്മളിപ്പോ ഒരുപാട് വന്നു. നല്ല ഒരു ഉയരത്തിൽ തന്നെ ഇപ്പൊ എത്തിയതാ. ഒരു റോപ്പ് വേ ഒരു താഴെ ഭാഗത്തെ ലക്ഷ്യമാക്കി കൊണ്ട് പോവുകയാണ്. എന്താ സൈലന്റ്. രണ്ടുപേരും വർത്താനം പറഞ്ഞില്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണ്.
വേറൊരു കാര്യമുണ്ട്, ലാസ്റ്റ് റോപ്പ് വേ ഉള്ളത് 5 മണിക്കാണ്. പിന്നെ അതുപോലെ നമ്മുടെ ടിക്കറ്റ് ചാർജ് മസ്റ്റ് ആയിട്ട് പറയണല്ലോ. അതായത് നമുക്ക് ഇവിടെ വന്നിട്ട് ഓഫ്ലൈൻ ആയിട്ടും ടിക്കറ്റ് എടുക്കാം, അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ വഴിയും ടിക്കറ്റ് എടുക്കാം. ജസ്റ്റ് നിങ്ങൾ ഗിർനാർ റോപ്പ് വേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വെബ്സൈറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് അതുവഴി തന്നെ സ്ലോട്ട് ഉണ്ട്. 4 മണി ടു 5 മണി അങ്ങനെ സ്ലോട്ട് പ്രകാരമായിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് എടുക്കാം. പക്ഷേ 5 മണി വരെ മാത്രമേ നമുക്ക് റോപ്പ് വേയിൽ ടിക്കറ്റ് എടുക്കാനുള്ള ടൈം ഉള്ളൂ. 5 മണിയാണ് ലാസ്റ്റ് റോപ്പ് വേ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ടിക്കറ്റ് ചാർജ് പറയുകയാണെങ്കിൽ 1 വേ ആണെങ്കിൽ 400 രൂപയാണ് ഒരാൾക്ക് വരുന്ന ചാർജ്. അപ്പം ഞങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ ആണ് എടുത്തിട്ടുള്ളത്. അപ്പം ഒരാൾക്ക് 700 വരുന്നുണ്ട്. 400 + 400 800 അല്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ടിക്കറ്റ് അവസാനം വരുമ്പോ 1400 അല്ലല്ലോ. അതെ, 1400 അല്ല, 1398. ഒരു 2 രൂപ കുറവായിട്ടാണ് വാങ്ങിയിട്ടുണ്ടായത്. അപ്പൊ അങ്ങനെയാണ് ടിക്കറ്റ് ചാർജ് ഒക്കെ വരുന്നത്. ഞങ്ങൾ പറഞ്ഞില്ലേ ഈ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ മുഴുവൻ ഒരു പച്ചപ്പൊന്നും കാണാൻ പറ്റില്ല എന്ന്. ഇതൊക്കെ വരണ്ട് നിൽക്കുകയാണ്. ഒരു മഴക്കാലത്താ വരുവാണെങ്കിൽ ഈ ഭാഗമൊക്കെ കാണുന്നൊരു വ്യൂ എങ്ങനെയാണെന്ന് പിന്നെ പറയണ്ടല്ലോ. എന്റെ പൊന്ന്, ഇതല്ലേ എങ്ങനെ മനു ആക്കിയതല്ലേ, നിർമ്മിച്ചത് വലിയൊരു അത്ഭുതം തന്നെ ഇതൊക്കെ. ശരിക്കും ഞാൻ പറയട്ടെ, ഞാനും മനു ജുനഗഡ് വഴിയൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്താൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയത്ത് പോലുമില്ല. ഇത് അറിഞ്ഞ തന്നെ ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് കേട്ടോ ഇത് അറിഞ്ഞത്. ഈ ഡോറായിട്ട് ഇപ്പൊ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ നോക്കിയാ എന്റെ അമ്പോ എന്തൊരു വ്യൂ കിട്ടിയതല്ലേ. ഏഷ്യയിലത്തെ പേടിക്കണ്ട, അതിൽ കയറിയോണ്ടാണ്. അതിൽ കയറിയോണ്ടാണ് ഏഷ്യയിലത്തെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള റോപ്പ് വേ ഗുജറാത്തിലാണെന്ന് എത്ര പേർക്ക് അറിയാം? എത്ര പേർക്ക് അറിയാം. എന്തായാലും ഞങ്ങളിപ്പോ എന്തായാലും മനസ്സിലാക്കിയത്. ഇനിയും കുറച്ചും കൂടെ പോവാനുണ്ട് കേട്ടോ. കൂടാതെ തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ പറയാം. നമ്മൾ താഴെ ഇല്ലേ, ഈ താഴെ നമുക്ക് നടന്നു പോകേണ്ട വഴിയുണ്ട്. ആൾക്കാർ നടന്നതാ പോകുന്നത്. ഇതുവഴിയാണ് നടന്നിട്ട് പോവുക. ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. പക്ഷെ ഇതുപോലുള്ളൊരു റോപ്പ് വേ ഉണ്ടാവുമ്പോൾ നമുക്ക് നടന്നു പോകുന്നതിനെക്കാട്ടും നല്ലത് ഇതിൽ പോകുന്നത് തന്നെയാണ്. പിന്നെ ഇതാ ഇവിടെ നിന്ന് കാണുമ്പോൾ അങ്ങ് അവിടെ ഇതെന്താണ്, ലേക്കാണോ അതോ നദിയാണോ എന്നറിയില്ല. ഇതാ ആ ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാം. എത്രയോ ദൂരത്താണല്ലോ അതുള്ളത്. ഇപ്പോൾ നടന്നു പോകുന്ന വഴിയാണത്. ഇനി ഈ ഹൈറ്റിലേക്ക് നമുക്ക് എത്തണതാ. ഇവിടെ ഒരു 90% ഇപ്പം നമ്മൾ യാത്ര ചെയ്തു. നല്ല കാറ്റുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടുകയാണ്. പിന്നെ ഇതാ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഈ ഒരു ലെവലും കൂടെ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇത്രയും യാത്ര ചെയ്ത് വന്ന ഒരു വഴി ഇതാ കാണിച്ചു തരുതാ. ഇപ്പോൾ ഇവിടുന്ന് കാണുന്ന ആ ഒരു കാഴ്ചയില്ലേ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് നദിയാണോ ലേക്കാണെന്ന് അറിയില്ല. കാരണം അത്രയും ദൂരത്തായോണ്ട് അതിലൂടെ കുറച്ചായിട്ട് ഒഴുകുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതാ നമ്മൾ എത്ര താഴ്ന്നാണ് വന്നതെന്നുണ്ടതാ. അതാണ് ആ ഒരു ഭാഗത്തുനിന്നാണ് പോയിന്റ്. അത് ഈ ഭാഗത്ത് മുഴുവനും വലിയ വലിയ പാറക്കല്ലുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് ടോയ്ലറ്റ് സംവിധാനമൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടിതാ ഇതിൻ്റെ ഒരു എൻഡ് പോയിന്റിലേക്ക് ഇതാ നമ്മൾ എത്തുകയാണ്. യെസ്, വി ആർ റീച്ച്ഡ് ടോപ്പ് വ്യൂ. നിലവിലിപ്പോൾ ഉള്ള ഭാഗത്ത് നിന്ന് 73 സ്റ്റെപ്പ് കയറിയിട്ടുണ്ടെങ്കിൽ അംബാജി ടെമ്പിളിലെത്തും. 1000 സ്റ്റെപ്പ് കയറിയാൽ ജെയിൻ ടെമ്പിൾ, സൺസെറ്റ് പോയിന്റിലേക്ക് 37. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഗോരഖ്നാഥ് ടെമ്പിളിലേക്ക് 500 സ്റ്റെപ്പ്. പിന്നെ ഗുരു ദത്തത്രേയ ക്ഷേത്രത്തിലേക്ക് 2200 സ്റ്റെപ്പുകൾ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വ്യൂ, ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളിപ്പോൾ വന്നിറങ്ങിയത്. ഇനിയിപ്പം ഇതുവഴി കയറിപ്പോവാം. ഇവിടെ നിന്ന് ആദ്യം തന്നെ കയറി വരുമ്പോൾ ഉള്ള ഈ ഭാഗത്താണ് സൺസെറ്റ് പോയിന്റ്. ഇത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സൺസെറ്റ് ആണ്. ഇപ്പോൾ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല കേട്ടോ. നമ്മൾ ഈ താഴെ ഭാഗത്താണ് ഇപ്പം മലനിരകളുള്ളത്. ഒരു വല്ലാത്തൊരു വ്യൂ തന്നെയല്ലേ. സൺസെറ്റിന്റെ കാര്യം പറയുമ്പോൾ സൂര്യാസ്തമയം ഇവിടെ ഈ ഗുജറാത്ത് നമ്മുടെ സൈഡിൽ മാക്സിമം ഒരു എന്തായാലും ഒരു 6:30 കഴിയും എന്തായാലും. 7:10 ഇവിടെ ഇപ്പൊ കാണിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ നമ്മുടെ റോപ്പ് വേന്റെ അവസാന സമയം 5 മണിയാന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും അത് കാണാനുള്ള ഒരു ടൈം ഇല്ല.
അതെന്തായാലും കാണാൻ പറ്റില്ല. റോപ്പ് വേ ഇറങ്ങി ആദ്യം കാണുന്ന ക്ഷേത്രമാണ് അംബാജി ക്ഷേത്രം. ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി. സ്റ്റെപ്പ് കയറി പോകുമ്പോൾ തന്നെ ഒരുപാട് കടകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ചെറിയ ഭക്ഷണമൊക്കെ കഴിക്കാം. അതുപോലെ തന്നെ വെള്ളവും അതൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് പോവാം. നമുക്ക് വടിയൊക്കെ കുത്തിക്കൊണ്ട് നടക്കാം. അതുപോലെ തന്നെ ചോളം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ട് ഇതിൻ്റെ മുകളിൽ. ഇതാണ് വ്യൂ. ഇനി ഇതുവഴിയാണ് നടന്നു പോകേണ്ടത്. ഒരു കിട്ടുക്ക ഫ്രെയിം, എൻ്റെ പൊന്നു. ഇനി അവിടെ എത്തണം. ഇതുവഴി നടന്നു പോകുമ്പോൾ രണ്ട് ഭാഗത്തും കാണാൻ പറ്റുന്ന കാഴ്ച ഇതൊക്കെയാണ്. ഇതാണ് നമ്മൾ നേരത്തെ റോപ്പ് വേന്ന് കണ്ടത് കേട്ടോ. അതപ്പം നദിയല്ല അല്ലേ, അത് ലേക്കാണ്, ചെറിയൊരു തടാകമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ നമുക്ക് ഇവിടെ തന്നെ കാണാം. ഇനിയിപ്പം ഈ സൈഡിലത്തെ വ്യൂ കാണണ്ടേ. ഇതേ കണ്ടോ, ഇവിടെ ഇങ്ങനെയാണ്. ഇപ്പം നമ്മൾ മലനിരേൻ്റെ എത്രയോ ഹൈറ്റിലാണ് ഉള്ളത്. ചുറ്റിലും മലനിരകളല്ലാതെ വേറൊന്നും തന്നെ ഇല്ല. വേറെ ഒന്നും തന്നെ ഇല്ല. റോപ്പ് വേ കയറുമ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ തീർച്ചയായിട്ടും ഇവിടെ വരണമെന്ന്. കാരണം അധികം ആൾക്കാർ, നമ്മുടെ മലയാളികൾ അധികം ഇങ്ങോട്ടൊന്നും വരുന്നില്ല. ശരിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഭാഗത്തേക്ക്, വേരാവൽ ഭാഗത്തേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുകൂടെ നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. കുത്തനെയുള്ള സ്റ്റെപ്പുകളാണല്ലോ, നല്ല രീതിയിൽ തന്നെ കിതപ്പുണ്ട്. മാത്രമല്ല ശക്തമായ വെയിലാണ്. ഇവിടെ ഇപ്പം 41 ഡിഗ്രിയാണ് ചൂട്. പിന്നെ എങ്ങനെ കിതക്കാതെ വേർക്കാതെ നിൽക്കും? നമ്മളിനിപ്പോൾ കയറി ഈ ഭാഗത്തെത്തി. ഓരോ ഭാഗത്തെത്തുമ്പോഴും കാണുന്ന കാഴ്ച വേറെ തന്നെയാണ്. ഗോരഖ്നാഥ ക്ഷേത്രമാണ് അടുത്തതായി കാണുന്നത്. 500 സ്റ്റെപ്പുകളാണ് ഇവിടത്തേക്കുള്ളത്. ഇത് കഴിഞ്ഞ് ഇനി ഒരു 500 സ്റ്റെപ്പുകൾ കഴിയാനുണ്ട്. അതായത് 1000 സ്റ്റെപ്പുകളാണ് ജെയിൻ ടെമ്പിളിലേക്കുള്ളത്. അതാണ് ജെയിൻ ക്ഷേത്രം. ഒരു പ്രത്യേക സ്ഥലത്ത് തന്നെയാണ് അതുള്ളത്. ഇത്രയും പോകണം. ഇനിയിപ്പോൾ ഇറങ്ങണം. നമ്മുടെ കൈവശം ഇനി ആകെ അരമണിക്കൂറും കൂടെ ഉള്ളൂ. 4:30 ഇപ്പോൾ സമയം. 5 മണിക്കാണ് ലാസ്റ്റ് റോപ്പ് വേ. ആ സമയത്ത് ക്ലോസ് ചെയ്യും. അതിന് മുന്നേ തന്നെ നമുക്ക് അവിടെ എത്താൻ പറ്റുമോ എന്ന് നോക്കണം. ഇതുവഴി നമുക്ക് ഇറങ്ങാം. ഇറങ്ങിപ്പോകുമ്പോഴെല്ലാം കാണുന്നത് ഇങ്ങനെ തന്നെയാണ്. ഈ ട്രെക്കൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്തേക്കും കൂടെ വരിക. പക്ഷെ എന്താ ഒരു വ്യൂ ആ നോക്കിയേ. ഇവിടെ നിന്നായിട്ടും താഴെ വീണാൽ പിന്നെ വേറൊന്നും പറയാനില്ല, തീർന്നു. ഒരു സുരക്ഷാ വല അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആകെ ഒരു പടിക്കെട്ടുകൾ മാത്രമേ ഇല്ല. മഴക്കാലമാകുമ്പം എന്തായാലും ചെറിയൊരു വഴുക്കലും കൂടി ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. എവിടെയൊക്കെ ഒറ്റപ്പെട്ട പാറക്കല്ലുകൾ നമുക്ക് കാണാം. അതാ ആ ഭാഗത്ത്. എന്തായാലും റോപ്പ് വേയിൽ വന്നാലും ഇനി നടന്നു വന്നാലും സ്റ്റെപ്പുകൾ കയറും വേണം, ഇറങ്ങും വേണം. കാരണം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. കുത്തനെയുള്ള ഇറക്കമാണ്. റോപ്പ് വേ അല്ലാത്ത പക്ഷമാണെങ്കിൽ നമുക്കൊരു 3 കിലോമീറ്ററാണ് നടന്ന് വരാനുള്ളത്. റോപ്പ് വേയിലാകുമ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ എത്തിയല്ലോ മേലേക്ക്. അതെ, അല്ല ഇവിടെ നിന്ന് അങ്ങോട്ടെല്ലാം നടക്കാനില്ലേ, ഒരുപാട് പോകാനുണ്ട്. ഇതാ ഇങ്ങനെ വളഞ്ഞ് അങ്ങനെ അതിലൂടെ കയറി വീണ്ടും ഇങ്ങനെ ഇതിലൂടെ പോയി എന്നിട്ട് വേണം അതിൻ്റെ ആ ഭാഗത്തെത്താൻ. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, അരമണിക്കൂർ കൊണ്ട് എന്തായാലും അവിടെ നടന്നെത്താൻ പറ്റില്ല. ഇതാ ഇവിടെ എത്തിയതേ ഉള്ളൂ. ഇനി നമ്മുടെ കയ്യിൽ 20 മിനിറ്റും കൂടെ ഉള്ളൂ. കുറച്ചും കൂടെ നേരത്തെ വരണമായിരുന്നു. ആ ട്രെയിൻ ആ സമയത്ത് ഇല്ലാതെ പോയതാണ് വലിയ പണി വന്നതല്ലേ. ഇപ്പൊ രാജ്കോട്ട് നിന്നാണല്ലോ വരുന്നത്. രാജ്കോട്ടിൽ നിന്ന് കൃത്യസമയത്ത് ട്രെയിൻ കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എത്താൻ ലേറ്റ് ആയത്. പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് റോപ്പ് വേയിൽ കയറുന്ന വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. ഇതുവരെ റോപ്പ് വേനെ കുറിച്ച് അറിയാത്ത ഒരുപാട് മലയാളികളുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളത് കാണിച്ചു തന്നതും. മാത്രമല്ല ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് എല്ലാ ക്ഷേത്രം കാണും. അത് മറ്റൊരു വലിയൊരു പ്രത്യേകതയാണ്. കാരണം ഇനിയിപ്പം താഴെ ആ ഭാഗത്തൊരു ക്ഷേത്രമുണ്ട്, അതിലൂടെ തന്നെ ഇതാ ഇവിടെയുണ്ട്. അതും കഴിഞ്ഞിട്ടും ഉണ്ട് ക്ഷേത്രം. അത് കഴിഞ്ഞിട്ടും അതിൻ്റെ അപ്പുറത്തും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാ ഇനി ഇറങ്ങി പോകാനുള്ള വഴി കാണുമ്പോൾ തന്നെ പേടിയാവുക. ഇങ്ങനെ പോയി ഇതാ
അതിലൂടെയൊക്കെ ഉണ്ട് വഴി. ഇങ്ങനെ പോയി അവസാനം ഇതിൻ്റെ അപ്പുറത്തും വേറെ ഒന്നും കൂടി ഉണ്ട്. എന്നിട്ട് വേണം നമുക്ക് അവിടെ എത്താൻ. അങ്ങോട്ടേക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അതിന് മൊത്ത പച്ചപ്പല്ലേ. ഗിർനാർ എന്ന് പറയുന്നത് ജൈന മതക്കാരുടെ ഏറ്റവും പുണ്യമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ ജൈന മതത്തോടൊപ്പം തന്നെ ഒരുപാട് ഹിന്ദു ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. അതായത് നമ്മൾ താഴെ നിന്നുണ്ടല്ലോ, ഏറ്റവും താഴേന്ന് 10,000-ന് ഒരു സ്റ്റെപ്പ് കുറവ്, അതായത് 9,999 പടികൾ കയറിയിട്ട് വേണം ഏറ്റവും മുകളിലെത്താൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ടോട്ടൽ അടി ഉയരം എന്ന് പറയുന്നത് 3,672 അടി ഉയരത്തിലാണ് ഈ പറഞ്ഞ ഗിർനാറൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ജുനഗഡ് എന്ന് പറയുന്നത് തന്നെ ഒരു പുരാതന കുന്നാണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഈ പുരാതന കാലം മുതൽ തന്നെ രജപുത്രയിലെ ഒരുപാട് വംശജർ ഇവിടെ ഈ പറഞ്ഞ ജുനഗഡ് ഭാഗത്തൊക്കെ ആധിപത്യം പുലർത്തിയിട്ടുണ്ടായിരുന്നു. ജൈനമതത്തോടൊപ്പം തന്നെ ഹിന്ദുക്കളായിട്ടും ഒരുപാട് ക്ഷേത്രങ്ങൾ ഈ പറഞ്ഞ ഗിർനാർ മലനിരകളിലുണ്ട്. പ്രധാനപ്പെട്ട ഗിർനാർ നമ്മുടെ മലയിലെ ജൈന ക്ഷേത്രം, അതുപോലെ തന്നെ ഹരിഷ്ഠ നേമിതാദി ക്ഷേത്രം, പാർശ്വനാഥൻ്റെ പുരാതന വിഗ്രഹമുള്ള ഒരു ക്ഷേത്രവും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ കുമാരപാല ക്ഷേത്രം, വാസ്തുപാല വികാരം, സമ്പ്രതി രാജക്ഷേത്രം, ചൗവിഗ്ജി ക്ഷേത്രം, ധരംചന്ദ് ഹേമചന്ദ് ക്ഷേത്രം, സമ്പ്രതി രാജക്ഷേത്രം മുതലായ ഒരുപാട് ക്ഷേത്രങ്ങൾ, അംബാജി ക്ഷേത്രം, അങ്ങനെയൊക്കെ ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് നടന്നു പോകുന്ന വഴി തന്നെ കാണാൻ വേണ്ടി പറ്റും. പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ ജൈനമതത്തിൻ്റെ മഹാവീർ ജയന്തി, പരയൂഷണം, നേമിനാഥൻ്റെ ജനനം, നിർവ്വാണ കല്യാണങ്ങൾ മുതലായ ജൈന ആഘോഷങ്ങളൊക്കെ ഈ ഭാഗത്ത് ജൈനർ ആഘോഷിക്കുന്നു. ഹിന്ദുക്കളുടെ പ്രധാന ആഘോഷം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മഹാശിവരാത്രി അങ്ങനെയുള്ള മറ്റു പൂജകളൊക്കെയാണ് ഈ പറഞ്ഞ ഭാഗത്ത് ഏറ്റവും കൂടുതലായിട്ട് ആഘോഷിക്കുന്നത്. ആ സമയത്തൊക്കെ 1 ദശലക്ഷം തീർത്ഥാടകരാണ് ഈ പറഞ്ഞ മേളക്ക് ഈ ഭാഗത്തൊക്കെ സന്ദർശിക്കുന്നത്. വൺ സൈഡ് എടുത്താൽ മതിയായിരുന്നു, കാരണം ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്ര ധൃതിയില്ലായിരുന്നു. നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് താഴോട്ട് ഇറങ്ങി പോയാൽ മതി. പക്ഷേ ഇപ്പോൾ ഈ 5 മണി തന്നെ ആയതുകൊണ്ട് ബാക്കിയുള്ള ഭാഗത്തേക്ക് പോകാൻ പറ്റാത്തതിൽ വല്ലാത്തൊരു വിഷമമുണ്ട്. ഇവിടെ ഈ പാറക്കെട്ടുകളുടെ ഇടയിൽ നിന്ന് നല്ലൊരു വ്യൂ ആണ്. അധികം പോകുന്നേ ഇല്ല, സേഫ്റ്റി ഇല്ലാത്തൊരു ഭാഗമാണ്. മലനിരകൾ തന്നെയാണ് ആ ഭാഗത്തായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതുവഴി തന്നെ നമുക്ക് നടന്നിട്ട് പോവാം. ഇതിപ്പോൾ കാണിച്ച ഭാഗം ഇതാണ്. അധികം കയറിയിട്ടുണ്ടെങ്കിൽ എങ്ങാനും താഴോട്ട് ഉരുണ്ടു പോയാൽ ശരിയാവില്ല. ഇനി അവിടെയാണ് എത്തേണ്ടത്. റോപ്വേൻ്റെ ആ ഒരു കെട്ടിടമൊക്കെ അവിടെയാണ്. ഇനിയും ഒരുപാട് പേര് പോകുന്നുണ്ട്. ഇവരൊക്കെ നടന്ന് അങ്ങനെ വരുന്നവർ തന്നെയാണ്. റോപ്പ് വേ ഇപ്പോൾ ക്ലോസ് ആവും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ തന്നെയാണ് എൻട്രി. റോപ്പ് വേ കയറി ഇനിയിപ്പോൾ നേരെ താഴോട്ട് ഇറങ്ങുകയാണ്. ഇത്രയും നേരം നമ്മൾ കയറ്റം കയറിയിട്ടാണല്ലോ വന്നത്. ഇനി ഇറങ്ങി പോവുകയാണ്. ഇപ്പം ഇതിൻ്റെ അകത്ത് 8 ആൾക്കാരുണ്ട് ടോട്ടലി. നല്ല കാറ്റുണ്ട്, നല്ല രീതിയിൽ ആടുകയാണ്. താഴേക്ക് നടന്നു പോകുന്ന വഴികളാണ് കാണുന്നത്. ആരും തന്നെ നടന്നു പോയായിട്ട് കാണുന്നില്ല, കുറവാണ് ആൾക്കാർ. അല്ല, സമയം ഏകദേശം ഇത്രയും 5 മണി ആയല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ ആൾക്കാർ കയറി വരാൻ കുറവായിരിക്കും. അതുപോലെ തന്നെ വരുന്ന വഴി തന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ കാണാം കേട്ടോ, ചെറുതും വലുതായിട്ട്. ഒരു ക്ഷേത്ര സമുച്ചയം തന്നെ അല്ലേ, ഒരുപാടുണ്ട് അവിടെ. പല പല പേരുള്ള ഒരുപാട് મંદિર નો દેરાસર કરી નાખ્યો એવું લાગે છે. હા, એ મંદિર ને એવો જ મંદિર જેવો જ છે. എത്രയോ അടി താഴ്ചയിലോട്ട് ഇതാ പോവുകയാണ്. ഇതാ എന്റെ പൊന്നെ, കാണുമ്പോ തന്നെ പേടിയാവുന്നു. എത്ര അടി താഴ്ചയുണ്ട് നോക്കിയേ. ഒരു സംശയമില്ല, ഇതൊരു സംഭവം തന്നെ കേട്ടോ. റോപ്പ് വേയിൽ എന്തായാലും വരണം, കാരണം അപ്പൊ ഡൗൺ എടുത്ത് ഇപ്പൊ നന്നായി. കാരണം ഇത്രയും നല്ല കാഴ്ച നടന്നു വരുമ്പോ എന്തായാലും കാണാൻ പറ്റില്ല, കാരണം ഇത്ര ഹൈറ്റിലൂടെയാണല്ലോ ഇത് കയറി പോകുന്നത്.
ആൾക്കാർ നടന്നു പോകുന്നത് നമുക്ക് കാണാം. लिटो पड़ी क्यों अवत मटी നമുക്ക് അവിടം വരെ എത്താനുണ്ട്. ഇവിടെയാണ് ഒരു ഇതിനിപ്പോ അവസാനിക്കുക. അങ്ങനെ ഏറ്റവും താഴെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് റോപ്പ് വേ സമ്മാനിച്ചത്. നമ്മളിതാ ലാൻഡ് ചെയ്യാൻ പോകുന്നു. യെസ്, എത്തി. റോപ്പ് വേ ഇറങ്ങി വന്ന ഉടനെ തന്നെ ഇവിടെ നല്ലൊരു ഫുഡ് കോർട്ട് ഉണ്ട്. ഇവിടെ നിന്ന് ഇതാ നമ്മൾ 2 ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിരിക്കുകയാണ്. നല്ല സൗകര്യം ഉണ്ടല്ലോ ഇവിടെ. അടിപൊളി ഫുഡ് കോർട്ട് ഇവിടെ വന്നാണല്ലോ. നമുക്ക് ഫുഡിനായാലും അല്ലെങ്കിൽ വെള്ളത്തിനായാലും വെള്ളം കുടിക്കാനായാലും അതിനൊന്നും ഒരു ക്ഷാമമില്ല കേട്ടോ. ഇഷ്ടംപോലെ കടകളുണ്ട്. ഇതൊക്കെ വൃത്തിയും എല്ലാം അടിപൊളിയാണ്. ഞങ്ങളിപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഈ ഒരു താഴ്ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഭാവനാഥ് മഹാദേവ ക്ഷേത്രം. അതായത് ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടുന്നാണ് ഗിർനാർ മലനിരകളിലേക്കുള്ള ആൾക്കാർ നടന്നു പോകേണ്ടവർ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഭാഗം ഇതാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് ഷെയർ വണ്ടി കിട്ടുമെന്നൊക്കെ നോക്കണം. അല്ലെങ്കിൽ പിന്നെ ഓട്ടോ സ്പെഷ്യലാക്കി പോകേണ്ടി വരും. ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് നമുക്ക് ഷെയർ വണ്ടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ ഇങ്ങോട്ട് വന്ന വണ്ടിക്ക് 120 രൂപയാണ് വാങ്ങിച്ചത്. ഇനി തിരിച്ചങ്ങോട്ട് പോകുന്ന വണ്ടിക്ക് 100 രൂപയുണ്ട്. 20 രൂപ മാറി. അത് ഓരോ ആൾക്കാർ ഓരോരോ പൈസയാണ് വാങ്ങിക്കുന്നത്. പിന്നെ 6 കിലോമീറ്റർ ഉണ്ടല്ലോ. നല്ല റോഡാണ്. ഐസ്ക്രീം കഴിച്ചപ്പോൾ ഒരു ആശ്വാസമായി. നല്ല ചൂടല്ലേ ഉണ്ടായത്. റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുന്നിൽ ഞങ്ങൾ ഓട്ടോ ഇറങ്ങി. ഇവിടെ തന്നെ ഒരു ക്ലോക്ക് ടവറൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് ഈ ഒരു നിർമ്മിതി കാണാൻ വേണ്ടി. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് പോവാം. ഈ ഭാഗത്ത് കൂടുതലും പഴയ കെട്ടിടങ്ങളാണ്. ഇതിലൂടെ ഒരു കവാടൊക്കെ ഉണ്ട്, അതുവഴി നടന്നിട്ട് വരാം. ഈ തൊട്ട് മുന്നിൽ കാണുന്നതില്ലേ, ഇതൊരു പഴയ പാലസാണ്. ഇതിന്റെ പേര് വരുന്നത് മഹബാത്ത് മക്ബറ പാലസ് എന്നാണ്. ജുനഗഡിലെ തന്നെ ഒരു പഴക്കം ചെന്നൊരു പാലസാണ്. പക്ഷെ ഇവിടെ വലിയ ഒന്നും കാണുന്നൊന്നുമില്ല. ഇവിടെ ഇതിൻ്റെ അകത്തോട്ട് കയറാനൊന്നും പറ്റില്ല. നമുക്കിത് ജസ്റ്റ് ഒന്ന് പുറത്തു നിന്ന് കാണാം. പിന്നെ ഈ ഭാഗത്തെ കെട്ടിടങ്ങളൊക്കെ കണ്ടതാ വളരെയധികം പഴക്കം ചെന്നിതാ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഈ ഒരു എൻട്രൻസ് വഴിയാണ് നമ്മളിപ്പോൾ വന്നത്. അതായത് തൊട്ട് മുന്നിൽ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. ഈ പോകുന്നതില്ലേ പഴയ ഡീസൽ ബുള്ളറ്റാണ്. ഇന്ന് നമ്മൾ കയറിയ റോപ്പ് വേയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. 1983 ടൂറിസം കോർപ്പറേഷൻ ഓഫ് ഗുജറാത്ത് ലിമിറ്റഡ് ആണ് ഈ ഒരു പദ്ധതി ആദ്യമായി നിർദ്ദേശിച്ചത്. എന്നാൽ പല പ്രശ്നങ്ങൾ കാരണം അത് നിർത്തിവെക്കേണ്ടായി. അതായത് നമ്മുടെ തീർത്ഥാടകരെ മലയിലേക്ക് കയറ്റിയിരിക്കുന്ന, അതായത് പല്ലക്ക്, അതായത് നമ്മുടെ ഡോളി എന്നൊക്കെ പറയുമല്ലോ, കട്രയിലും ശബരിമലയിലൊക്കെ കാണാറുണ്ടല്ലോ, അതുപോലുള്ള ആ ഒരു ചുമക്കുന്നവർ ഈ പദ്ധതി എതിർക്കുകയും അവരുടെ ഉപജീവന മാർഗത്തെ അപകടത്തിലാക്കുമെന്ന് ആരോപിച്ച് ഹർജി നൽകുകയുണ്ടായി. അതുപോലെ തന്നെ ആ സമയത്ത് അത് നിർത്തിവെക്കുകയുണ്ടായി. എന്നിട്ട് 2018 ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിച്ചത്. എന്നിട്ട് 2020 ഒക്ടോബർ 24 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ 130 കോടി രൂപയാണ് ഇതിൻ്റെ ഒരു നിർമ്മാണ ചെലവ് വരുന്നത്. ഇതിൻ്റെ ടോട്ടൽ നീളം, അതായത് ഏഷ്യയിലത്തെ ഏറ്റവും നീളം കൂടിയ റോപ്പ് വേ ആണെന്ന് പറഞ്ഞല്ലോ, 2320 മീറ്ററാണ് ഇതിൻ്റെ ടോട്ടലി നീളം വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ കയറുന്ന ഭാഗം ഇറങ്ങുന്ന ഒരു ഭാഗമായിട്ട് 2 സ്റ്റേഷനുകൾ മാത്രമേ ഇതിന് ടോട്ടലായിട്ടുള്ളൂ. പിന്നെ പൊതുവെ പറയുവാണെങ്കിൽ ഇതിൻ്റെ കാരിയറുകളുടെ എണ്ണം, അതായത് നമ്മൾ റോപ്പ് വേൻ്റെ ആ ഒരു ക്യാബിനില്ലേ നമ്മൾ യാത്ര ചെയ്യുന്നത്, അതിനെ പറയുന്ന പേരാണ് കാരിയറുകൾ. അത് ടോട്ടൽ 25 ഉള്ളത്. ഇതിൻ്റെ കാരിയർ ശേഷി വരുന്നത് 8 യാത്രക്കാരാണ്. പിന്നെ പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും താഴ്ന്ന ഉയരം 168 മീറ്ററാണ്. അതുപോലെ തന്നെ ഏറ്റവും ഉയർന്ന ഉയരം 1066 മീറ്ററാണ്. പിന്നെന്ന് വെച്ചാൽ ഇത്രയും ഒരു അടിസ്ഥാനമായ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞൊരു റോപ്പ് വേയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ ഒരു 3 സ്റ്റാർ ഹോട്ടലുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് വലിയ സൗകര്യമൊന്നുമില്ല. ഇവിടെയാണ് ഓട്ടോ സ്റ്റാൻഡ്. നേരത്തെ ഇവിടെ തന്നെയാണ് നമ്മൾ വണ്ടി കയറി പോയത്. ഇവിടെയാണ് നമ്മുടെ ഫ്ലാഗ്. ഇപ്പോൾ 6 മണിയായി. ഇനിയിപ്പോൾ നമ്മളിവിടെ എടുത്ത റെയിൽവേൻ്റെ റിട്ടയറിംഗ് റൂമിലോട്ട് പോവാം. നമ്മൾ അതിൻ്റെ കാഴ്ചകളൊന്നും കാണിച്ചില്ലല്ലോ. ഫസ്റ്റ് ഫ്ലോറിലാണ് റിട്ടയറിംഗ് റൂം. ഇവിടെ ആകെ 2 റൂമുകൾ മാത്രമേ ഉള്ളൂ. ഇത് റൂം നമ്പർ 1 നോൺ AC റൂമാണ്. ഇത് റൂം നമ്പർ 2 AC റൂം.
ഞങ്ങൾ AC റൂമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കയറിയാൽ തന്നെ ഇതാ ഇങ്ങനെയാണ് റൂമിൻ്റെ ഒരു കാഴ്ച. പിന്നെ ഈ ജനലിനൊന്നും കർട്ടനില്ല. പകൽ സമയത്ത് നല്ല വെളിച്ചം വരും, അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ AC അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സോഫയുണ്ട്. പിന്നെ നമുക്കിത് ഇതിൻ്റെ റിമോട്ടും കാര്യങ്ങളും, ചെറിയൊരു ടേബിൾ ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചെറിയ ടേബിളും ഒരു മിററും കാണാം. പിന്നെ ഫാൻ കൂടെ ഇവിടെ അവൈലബിൾ ആണ്. വാഷ് ഏരിയൻ്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ വൃത്തിയൊന്നും കുഴപ്പമില്ല. ടോയ്ലറ്റും ബാത്റൂമും ഇവിടെ തന്നെയാണ്. വൃത്തിയൊക്കെ ഓക്കെ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ആ ഒരു പൈസക്കുള്ളൊരു റൂം ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയാം. ഈ ഭാഗത്തെല്ലാം വൃത്തിയൊക്കെ ഓക്കെയാണ്. ജുനാഗഡ് റെയിൽവേ സ്റ്റേഷനിലെ റിട്ടയറിംഗ് റൂം ഞങ്ങൾ 24 മണിക്കൂർ ടൈം സ്ലോട്ടിലാണ് ബുക്ക് ചെയ്തത്. ഇന്ന് രാവിലെ 8 മണി മുതൽ നാളെ രാവിലെ 8 മണി വരെ, അതായത് 24 മണിക്കൂറിന് ഈ AC റൂമിന് 475 രൂപയാണ് ആകെ വന്നത്. ആ ഒരു പൈസക്കുള്ള വെർത്ത് എന്തായാലും ഉണ്ട്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് നല്ലൊരു ഹോട്ടലൊന്നുമില്ല. ഞങ്ങളിനി എന്തായാലും രാത്രിക്ക് സൊമാറ്റോ വഴി തന്നെയാണ് ഫുഡ് ബുക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജുനഗഡ് എന്ന് പറയുന്നതിന്റെ അതിന്റെ അർത്ഥം വരുന്നത് പഴയ കോട്ട എന്നാണ്. കാരണം ഈ ജുനഗഡിന്റെ ഈ നഗരത്തിന്റെ പ്രദേശത്തിന് ഒരുപാട് കോട്ടകളുണ്ട്. പ്രധാനപ്പെട്ട കോട്ട എന്ന് ജുനഗഡ് കോട്ട എന്നറിയപ്പെടുന്ന ഉപ്പർഗട്ട് കോട്ടയൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ പോകുന്ന വഴി തന്നെ അതിന്റെ സൈഡിലൂടെയാണ് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളിന്ന് പോയ ഗിർനാർ ഒരു പുരാതന തീർത്ഥാടന കേന്ദ്രമാണ്. പ്രത്യേകിച്ച് ഹിന്ദുക്കളെ ആയാലും ജൈന മതസ്ഥരുടെ ഇന്ന് അവിടെ സന്ദർശിക്കാൻ പറ്റി. അതോടൊപ്പം തന്നെ അത് മുഴുവൻ കവർ ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ സമയപരിധി കൊണ്ട് മാത്രമാണ്. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്, അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട്. പിന്നെന്തായാലും നമുക്ക് എന്താ പറയുക, ഒരു അത്ഭുതമായിട്ടുള്ള പലർക്കും അറിയാത്തൊരു ചിലപ്പോൾ ഒരു സംവിധാനമായിരിക്കും ഇവിടുത്തെ റോപ്പ് വേ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇത്രയും അടിപൊളി മനോഹരമായ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതുവഴി ജുനഗഡ് വഴി ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരൊറ്റ വണ്ടി എന്ന് പറഞ്ഞാൽ വേരാവല്, തിരുവനന്തപുരം വേരാവല് വണ്ടി മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് വേരാവൽ എത്തിച്ചേരാൻ പറ്റും. ജുനഗഡ് വഴിയാണ് പോകുന്നത്. അപ്പം ഈ ഭാഗത്തൊക്കെ, അതായത് സോമനാഥൊക്കെ വഴി പോകുന്നവരുണ്ടെങ്കിൽ ജുനാഗഡൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം. അടുത്ത ദിവസം നിങ്ങൾ ഇനി കാണാൻ പോകുന്ന വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഒരു കിടിലൻ ട്രെയിനിലുള്ള അടിപൊളി യാത്ര. അതെ, എന്താ പറയാ, ഇങ്ങനെ മൺമറയുന്നൊക്കെ പറയുമല്ലോ, അതുപോലത്തെ ഉള്ള ഒരു ട്രെയിൻ യാത്രയാണ് ഇനി നിങ്ങൾ അടുത്ത ദിവസം കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ജുനാഗഡിലേക്കുള്ള ഈ ഒരു യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ.